നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവാനെ, നിന്റെ മുന്നിലേക്കാ ഗംഗ വരുന്നത്. അവള് ഭഗവാന്റെ വലിയ ഭക്തിയല്ലേ. അവള് നീ തന്നെ കാത്തോളണേ ഭഗവാനെ. നാത്തൂനെ, ദേ ആ തള്ള പിന്നെയും വന്നിട്ടുണ്ട്. ആര്? ജാനകിയമ്മ. എന്റെ നാത്തൂനെ തല്ലിയിട്ട് പോയ അവരെ ഈ വീടിനകത്ത് കാലുകുത്താൻ സമ്മതിക്കരുത് നാത്തൂനെ. കൈലാസം വീട്ടിലെ ദേവയാനി ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ആരിത്? ജാനകിയമ്മയോ? ആ, എന്റെ മോളെ ഇവിടെ ഒരാൾ കല്യാണം കഴിച്ച ശേഷം ഒരു വിവരവും ഇല്ലല്ലോ. അവൾക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം എന്നൊന്ന് അറിയാൻ വന്നതാ. അവർക്കെന്താ ജീവിതത്തിന് കുഴപ്പം? പരമസുഖമല്ലേ. ഇത്രയും ഭാഗ്യം അങ്ങനെ പെട്ടെന്ന് ആർക്കും കിട്ടുന്ന ഒന്നല്ലല്ലോ. ജാനകിയമ്മ ഗംഗയെ മാത്രമായിട്ട് കാണാൻ വന്നാണെങ്കിൽ കുറച്ചു സമയം കാത്തു നിൽക്കണം. ഗംഗ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിരിക്കുക. ഉടനെ വരും. അതുവരെ കുറച്ചു സമയം മുറിയിൽ പോയി വിശ്രമിച്ചോളൂ. സീമയോട് ചായ കൊണ്ടുവരാൻ ഞാൻ പറയാം. നാത്തൂന് എന്തിനാ തള്ളെ സ്വീകരിച്ച് അകത്ത് കയറ്റിയേ? വന്ന വഴി തന്നെ അവരെ അവമാനിച്ച് ആട്ടി ഇറക്കി വിടേണ്ടതല്ലായിരുന്നോ? ഞാനൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഹൈമാവതിക്ക് അറിയാവല്ലോ. ജാനകിയമ്മ ഇപ്പൊ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ അത് ഗംഗ അറിയും, മഹിയും അറിയും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ജാനകിയമ്മയായിരിക്കും. മഹിക്ക് അവരുടെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് തോന്നിയ അവൻ ചിലപ്പോ അവരിവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കും. അല്ലെങ്കിൽ അവൻ ചിലപ്പോ തറവാട്ടിൽ പോയി ഗംഗയ്ക്ക് വേണ്ടി താമസിക്കാന്ന് പറയും. ഇതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലായാണ് ഞാൻ അവരെ ഒന്നും പറയാതെ സ്വീകരിച്ചത്. അതൊന്നും ഓർത്ത് നാത്തും ഭയക്കണ്ട. ഗംഗയുടെ കാര്യം ഇന്നത്തോടെ കഴിയില്ലേ? ആ നകുലും അവന്റെ ആൾക്കാരും ചേർന്ന് ഇന്ന് ഗംഗയെ കടത്തിക്കൊണ്ടുപോകും. അതോടെ ആ ശല്യം തീരും. അതും ശരിയാണ്. എന്നാലും ഇന്നത് സംഭവിച്ച ജാനകിയമ്മയുടെ കണ്ണുനീര് വീഴുന്നത് ഇന്ന് തന്നെ കാണാം. ഗംഗയെ രക്ഷിക്കാൻ പറഞ്ഞ് അവരെന്റെ കാലിൽ വീഴും. അപ്പൊ അവരറിയും ഞാൻ ആരാണെന്ന്. ശരിയാ. അത് സംഭവിക്കണമെങ്കിൽ അവര് പോകാതിരിക്കണം. അപ്പോ തൽക്കാലം ഇവിടെ നിക്കട്ടെ അല്ലേ? അതെ. എന്റെ നാത്തൂനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവര് തല്ലിയ. അപ്പൊ അവര് നാത്തൂന്റെ കാല് പിടിക്കുന്നതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കണം. അത് കൺകുളിർക്കെ എനിക്കും കാണണം. ആ ഗംഗയെ അവനൊന്ന് വേഗം തട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. കുട്ടിയൊന്ന് നിന്നേ. ഇതെന്താ ഇങ്ങനെയാണോ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നത്? അത് പുറത്ത് കളിക്കുന്ന കുട്ടികള് ബോൾ ചെളിവെള്ളത്തിലേക്ക് അടിച്ചിട്ടപ്പോ തെറിച്ച് വീണതാ. ഇത് അശുദ്ധിയാണ്. ഈ വേഷത്തിൽ തൊഴരുത്. ഇത് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് വന്നാ മതിയോ തിരുമേനി? അതിപ്പോ നന്നായി കഴുകാതെ വൃത്തിയാവില്ലല്ലോ. അപ്പോ തൊഴാതെ തിരികെ പോയി വേറെ ഡ്രസ് ഇട്ടിട്ട് വരണോ? വേണ്ട, വഴിയുണ്ടാക്കാം.
ഇതുവരെ വന്നിട്ട് ഭഗവാനെ തൊഴാതെ പോകുന്നത് കഷ്ടമല്ലേ? അങ്ങനൊരവസ്ഥ വരണ്ട. ലീലേച്ചി, ഒന്നിങ്ങ് വരൂ. ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ ആകെ അഴുക്ക് വീണിരിക്കുന്നു. ഒന്ന് മാറിയെടുക്കാൻ ലേലത്തിൽ വെക്കാറുള്ള സാരികളിൽ നിന്ന് ഒന്നെടുത്തു കൊടുക്കുക. ശരി തിരുമേനി. ഭഗവതിക്ക് ഓരോരുത്തരും സമർപ്പിക്കുന്ന സാരിയാണ്. അത് ലേലത്തിൽ വിൽക്കുക പതിവ്. അതിൽ നിന്ന് ഒരെണ്ണം ലീലേച്ചി എടുത്തു തരും. അതെടുത്ത് തൊഴുതോളൂ. ശരി തിരുമേനി. നകുൽ സാർ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നല്ലേ? നകുൽ സാറിന് ആരെങ്കിലും കണ്ട പ്രശ്നമാവും, പിടിക്കപ്പെടും. അതാ സാർ വരാത്തത്. മഞ്ഞ സാരി എടുത്ത പെണ്ണെന്നല്ലേ പറഞ്ഞത്? അതെ. ഒരുപാട് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും വരില്ല. ഇവിടെ ഇന്ന് ഉത്സവം സമ്മേളനമൊന്നുമില്ല. ആണോ? കുറച്ചു പേരെ ഉണ്ടാവും. അതിൽ നിന്നൊരു മഞ്ഞ സാരി കണ്ടുപിടിക്കാനേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വാ, പോയി നോക്കാം. ഇതാ സാരി. ഗംഗ ഒരു യെല്ലോ സാരി ഉടുത്തിരിക്കുന്നത്. അയ്യോ, ഇതെന്താ മഞ്ഞ സാരി? വേറെ കളറില്ലേ? ഇല്ല, മഞ്ഞയ്ക്ക് എന്താ കുഴപ്പം? ഈ കുട്ടി ഉടുത്തിരിക്കുന്നത് മഞ്ഞ സാരിയല്ലേ? അയ്യോ, അത് തന്നെയാ കുഴപ്പമൊന്നും ഇവരോട് പറയാനും പറ്റില്ലല്ലോ. അതെന്താന്നറിയില്ല, എനിക്ക് മഞ്ഞ സാരി തീരെ ഇഷ്ടമല്ല. വേറെ ഏത് കളറായാലും കുഴപ്പമില്ല. വേറൊരു സാരി തരാവോ? ഇന്നലത്തെ ലേലത്തിലെല്ലാം കൊടുത്തു. ഇത് ഇന്നലെ അവിടെ മറന്നു വെച്ചതോ കാണാതിരുന്നതോ മറ്റോ ആണ്. കുട്ടിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് കിട്ടിയതാ. വേറെ ഇല്ല, ഇത് ഉടുത്തോളൂ. 5 മിനിറ്റിന്റെ കാര്യമല്ല ശ്രേയച്ചി, തൊഴുതിട്ട് ഇറങ്ങുമ്പോ മാറാലോ. ശ്രേയച്ചി തൽക്കാലം ഇത് ഉടുക്ക്. അതെ, കുട്ടിക്ക് തൊഴുതാൽ മാത്രം പോരെ. ചെല്ലു, ദാ ഇവിടെ ചെന്ന് ഡ്രസ്സ് മാറിക്കോളൂ. വേറെ ശ്രേയച്ചി, വേഗം സാരി മാറാം. ഞാൻ ഉടുത്തോളാം, നീ പോയി തൊഴുതോ. ശരി. കാണുന്നില്ല. ആ ഗുണ്ടകൾ എങ്ങനെ എന്നെ ഈ വേഷത്തിൽ കണ്ട പൊക്കിക്കൊണ്ട് പോവും. അവര് കാണാതെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.